ഇടുക്കി എല്ലക്കൽ മുല്ലക്കാനം റോഡ് നിർമ്മാണം വൈകിപ്പിക്കുന്നതിനെതിരെ റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തേക്കിൻകാനത്ത് റോഡ് ഉപരോധിച്ചു. യാത്രാ ദുരിതം നേരിടുന്ന മുല്ലക്കാനം സാൻജോ കോളേജിലെ വിദ്യാർത്ഥികളും പ്രതിഷേധത്തിന്റെ ഭാഗമായി. മലയോര ഹൈവേയുടെ ഭാഗമായി എല്ലക്കൽ മുതൽ മുല്ലക്കാനം വരെ 5 കിലോമീറ്റർ ദൂരം വരുന്ന റോഡും എല്ലക്കല്ലിൽ മുതിരപ്പുഴയാറിന് കുറുകെ പുതിയ പാലവും നിർമ്മിക്കുന്നതിനായി 39 കോടി രൂപ അനുവദിച്ച 3 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണം ആരംഭിച്ചതാണ്. 2 വർഷത്തിനുള്ളിൽ തീരേണ്ട നിർമ്മാണം 3 വർഷം പിന്നിട്ടിട്ടും തീരാത്ത സാഹചര്യത്തിലാണ് മുല്ലക്കാനം എല്ലക്കല്ല് റോഡ് സംരക്ഷണ സമിതി രൂപീകരിച്ച് പ്രത്യക്ഷ സമരപരിപാടികൾ ആസൂത്രണം ചെയ്തത്. അതിന്റെ ഒന്നാം ഘട്ടമായാണ് തേക്കിൻകാനം ജംഗ്ഷനിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. മൂന്ന് വർഷമായി ഗവൺമെന്റ് ITI, സാൻജോ കോളേജ് എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ ഗതാഗത സംവിധാനമില്ലാത്തതിനാൽ ഏറെ ബുദ്ധിമുട്ടും അനുഭവിക്കുന്നുണ്ട്. ഗതാഗത സൗകര്യമില്ലാത്തത് ഈ സ്ഥാപനങ്ങളിലെ അഡ്മിനിസ്ട്രേഷനെയും കാര്യമായി ബാധിച്ചു. അടിയന്തരമായി റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് റോഡ് ഉപരോധം സംഘടിപ്പിച്ചത്. സമരസമിതി കൺവീനർ VK മാത്യു അധ്യക്ഷത വഹിച്ച ഉപരോധ സമരം രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിളിച്ചമായിരുന്ന ഈ സാൻജോ കോളേജിന്റെ ഒരു ഗേറ്റ് പൊളിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നൊരു വാക്ക്, 3 മാസത്തിനുള്ളിൽ ആ കോളേജിന്റെ ഒരു കവാടം അവിടെ പണിതു കൊടുക്കാമെന്ന് പറഞ്ഞു. സ്വമനസാലെ മാനേജ്മെന്റ് അത് നമ്മുടെ റോഡിന് വേണ്ടിയാണ് ഒരു നല്ല കൈനീട്ടി അല്ലെങ്കിൽ എല്ലാ സംവിധാനത്തോടും കൂടി ചെയ്തൊരു പണിയാണ്. പക്ഷെ അത് മാത്രമല്ല, 3 വർഷക്കാലമായി ഈ റോഡ് പൊളിച്ചതിന് ശേഷം കൊച്ചു കുട്ടികളെ അംഗൻവാടിയിൽ വിടാന്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോകുന്നതിന്, ദൈനംദിന കാര്യങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമായി മാറിയിരിക്കുന്നു എല്ലക്കൽ മുതൽ മുല്ലക്കാനം അല്ലെങ്കിൽ രാജാക്കാട് വരുന്നതിനുള്ള ആളുകൾ. അവരുടെ സങ്കടവും ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരുന്നത്. ടെക്നിക്കൽ പരമായി എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായെങ്കിൽ സർക്കാർ തന്നെ അത് മുന്നിട്ട് നടത്തേണ്ടതായിരുന്നു. പക്ഷെ 3 വർഷക്കാലമായി ഇനിയും നമ്മൾ നോക്കി നിന്നാൽ ഇത് വലിയ ഒരു സങ്കടത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ളത് സംശയമില്ല. രാജാക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി പാലക്കാട്ട് സ്വാഗതവും സമിതി കൺവീനർ ബാബു കൊച്ചുപുര നന്ദിയും രേഖപ്പെടുത്തി. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിബിൻ C അഗസ്റ്റ്യൻ, അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TM രതീഷ, സമിതി രക്ഷാധികാരി ഫാദർ ജോബിൻ പേണാട്ടുകുന്നേൽ, ജോസ് വട്ടോത്ത്, ജോഷി കന്യാക്കുഴി, ബാബു വെട്ടിക്കാട്ട്, അജയൻ മാടപ്പള്ളിൽ എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്.